താങ്കൾ വകുപ്പ് മേധാവി സ്ഥാനം ഒഴിയുകയാണോ? വകുപ്പ് മേധാവി സ്ഥാനം ഒഴികെയല്ല, എനിക്കിന്ന് സസ്പെൻഷനോ അങ്ങനെയുള്ള ശിക്ഷാ നടപടിയോ മാറ്റി നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അടുത്ത തൊട്ട് ജൂനിയർ ഡോക്ടറെ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടല്ല ഞാൻ കാരണം ഇന്ന് പെട്ടെന്നാണ് ഇത് നടക്കുന്നതെങ്കിൽ എനിക്കത് അവിടെ സ്ഥലം മാറേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ജോലികളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ബ്യൂറോക്രസിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയത് സർക്കാരിന്റെയും CPM-ന്റെയും ഭാഗത്തുള്ളൊരു ഭീഷണിപ്പെടുത്തലിന്റെ ഭാഗമാണ് എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഒരിക്കലുമല്ല. ഒരിക്കലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ബ്യൂറോക്രസിയോട് മാത്രമാണ് എൻ്റെ പോരാട്ടം. ബ്യൂറോക്രസിയുടെ മെല്ലപ്പോക്കും ബ്യൂറോക്രസിയുടെ അനാസ്ഥയും മാത്രമാണ് എൻ്റെ പ്രശ്നം. അത് എല്ലാവരും സമ്മതിക്കുന്നതാണ്. അത് എല്ലാ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ ഡോക്ടർമാർക്കും ആ പ്രശ്നമുണ്ട്. എനിക്ക് വേറെ രീതിയിലും അത് പരിഹരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഞാനത് ചെയ്തത്. അല്ലാതെ ഇത് സർക്കാരിനെതിരെയുള്ള പോരാട്ടമേ അല്ല. ഈ പ്രതികരണം നേരത്തെ ഉണ്ട്. പ്രതികരണം നടത്തിയതിൻ്റെ തിക്തഫലങ്ങൾ എനിക്ക് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഇതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ പഠിക്കുന്ന സമയം പോലും അന്നും തെറ്റ് കണ്ട പറയുകയും അതിന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ആളാണ്. പല പ്രാവശ്യം എനിക്ക് ഇതുപോലെ ചെറിയ ശിക്ഷകൾ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ സത്യം കണ്ട് പ്രതികരിക്കുന്ന ആളാണ്. അത് എനിക്ക് ഞാനൊരു സത്യസന്ധനായ വ്യക്തിയാണ്. അതിപ്പോൾ സത്യസന്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്നല്ല, സത്യം വിളിച്ച് മൂടിയിരിക്കുക എന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് പല സത്യങ്ങളും ഞാൻ പലപ്പോഴും തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. അത് എനിക്ക് പലപ്പോഴും തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഡോക്ടർ ഇക്ബാലിനെ പോലുള്ളവർ താങ്കൾക്ക് പിന്തുണയുമായി രംഗത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ സിസ്റ്റം തന്നെ മാറ്റേണ്ടത് ആവശ്യമാണ്, അടിയന്തര ആവശ്യമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, ഇക്ബാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ് മുതൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ അന്ന് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സ്റ്റേറ്റിലെ ക്വിസിന് ഫസ്റ്റ് വാങ്ങിച്ചതിന് ഇക്ബാൽ സാറാണ് എനിക്ക് കല്ലറ സ്കൂളിൽ വന്ന് എനിക്ക് അന്ന് സമ്മാനം തന്നത്. അപ്പോൾ അന്ന് മുതലേ എനിക്ക് ഇക്ബാൽ സാറിനെ അറിയാം. ഇക്ബാൽ സാറ് ഒരുപക്ഷെ എന്നെ അറിയുന്നുണ്ടോയെന്നറിയില്ല. പക്ഷേ ഇക്ബാൽ സാറ് മെഡിക്കൽ കോളേജിൽ ന്യൂറോ സർജറി പ്രൊഫസറായിരുന്നു. അദ്ദേഹം വളരെ ഒരു ശാസ്ത്രജ്ഞരെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിനെ അന്നും ഇന്നും കണ്ടിട്ടുള്ളത്. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ മുതിർന്ന ഒരു പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും ഒക്കെ ഞാൻ ധാരാളം വായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാൻ സാധ്യതയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എനിക്ക് വളരെ മൂല്യം കൊടുക്കുന്നു. അറിയിച്ചിട്ടില്ല. ഞാനത് താത്വികമായിട്ട്, കാരണം ഇത് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ലോങ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്കൊരു സസ്പെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ കയറാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫയൽ, സ്റ്റോക്ക് രജിസ്റ്ററുകൾ, അറ്റൻഡൻസ് രജിസ്റ്റർ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. ഇന്നെന്നെയും പണിഷ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്കിനി താക്കോലും കൂടെ അദ്ദേഹത്തിനെ ഏൽപ്പിക്കേണ്ട ഒരു ചെറിയ ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതെ, എൻ്റെ തൊട്ട് താഴെ നമുക്ക് സീനിയോറിറ്റി ഉണ്ടല്ലോ. നമ്മുടെ തൊട്ട് താഴെയുള്ളതാണ് ഡോക്ടർ സാജു, അദ്ദേഹം ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളത് ഡോക്ടർ മാധവൻ, അദ്ദേഹവും ലീവിലാണ്. അതിൻ്റെ താഴെയുള്ളതാണ് ഡോക്ടർ നിർമ്മൽ, അദ്ദേഹത്തിനാണ് ചാർജുകളെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇല്ല, ഒരു ചട്ടലംഘനത്തിന് സാധാരണ സസ്പെൻഷനാണ് അതിൻ്റെ ചെയ്തത്. അതിനനുസരിച്ചുള്ള ഗുരുതരമായ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തെറ്റ് ചെയ്തയാൾക്ക് ശിക്ഷ കിട്ടും. അതിന് നമുക്കതിനകത്ത് വിഷമമില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, അതെങ്ങനെയാണെന്ന് നോക്കട്ടെ. അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഒരു സസ്പെൻഷൻ ആണോ, എന്താണോ ഉദ്ദേശിക്കുന്നത്, എത്ര നാളത്തേക്കാണോ, അത് സ്ഥലം മാറ്റം വല്ലതും ആണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും മറ്റു പ്രശ്നം, എനിക്ക് പിന്നെ സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല. എനിക്ക് ലോണുകളോ കടങ്ങളോ ഒന്നുമില്ല. എൻ്റെ വൈഫിന് ജോലിയുണ്ട്, മക്കൾക്ക് മൂത്തയാൾക്കും ജോലിയായി. അപ്പോൾ അവരുടെ വരുമാനമുള്ളത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ചിലവില്ല. എനിക്കൊരു ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ കിട്ടിയ എൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങൾ തന്നെ. ഒരു കടുത്ത തീരുമാനങ്ങളും ഇല്ല. വേറെ കടുത്ത തീരുമാനങ്ങളൊന്നുമില്ല. അവരുടെ ശിക്ഷ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ. തെറ്റ് ചെയ്താൽ ശിക്ഷ സ്വീകരിക്കുന്നതിൽ എനിക്കതിന് മടിയുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഒരു കാര്യം കൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് സർവീസ് ഞാനില്ലെങ്കിലും ഈ മെഡിക്കൽ കോളേജിനെ ഞാൻ ഇകഴ്ത്തി പറഞ്ഞതല്ല, മെഡിക്കൽ കോളേജിൽ സർവീസുകൾ മോശമാക്കി കാണിച്ചതല്ല. കേരളത്തിലെ ലക്ഷം ജനങ്ങളുടെ ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട് ജില്ലകളിൽ നിന്നും കർണാടകത്തിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിപ്രശസ്തമായ സ്ഥാപനമാണ്. 1956 ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണത്. വളരെ പ്രശസ്തമായ സ്ഥാപനമാണ്.
വളരെ അതിപ്രശസ്തരായ ഡോക്ടർമാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ 6 ഡോക്ടർമാരും 20 വർഷത്തോളം സർവീസ് ഉള്ളവരാണ്. കൂടാതെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ ജബ്ബാർ സാറാണെങ്കിൽ എൻഡോക്രൈനോളജിയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഡോക്ടറാണ് ജബ്ബാർ സാർ. അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ. മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ബെസ്റ്റ് ഡോക്ടർ അവാർഡ് വാങ്ങിച്ച ഡോക്ടർ അരവിന്ദ്, ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരുള്ള നല്ല ഒരുപക്ഷെ ദേശീയ നിലവാരത്തിൽ തന്നെ വരുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൽഹി എയിംസ് പോലുള്ള എയിംസ് വരണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡൽഹി എയിംസിനേക്കാളും മികച്ച നിലവാരത്തിലേക്ക് വരും.